അപ്പോഴാണ് എൻ്റെ കസിൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇവിടെ കടാവേഴ്സ് ഉണ്ട്, അവൈലബിലിറ്റി കൂടുതലാണ്. ജാസ്മിൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പ്രൊഫസർ സ്റ്റുഡൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ കടാവറിൻ്റെ അവൈലബിലിറ്റി ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കടാവറിൻ്റെ ഒരു ഫെസിലിറ്റി കിട്ടുക എന്നുള്ളത്. കാരണം നമ്മൾ ബുക്കിലൊക്കെ പഠിച്ചിട്ട് നീന്താൻ പോയി മറ്റേ കടലിൽ പോയി ചാടിയിട്ട് കാര്യമില്ലല്ലോ. Movies were created about 40 or 45 years ago. ആ സിമുലേറ്ററിന്റെ കോസ്റ്റ് എനിക്ക് തോന്നുന്നു 8 years മുന്നേ 11 million റൂബിൾസിന് US വാങ്ങിച്ചാന്ന് പറഞ്ഞത്. Yes, but accuracy very expensive. ഓക്കെ, ഇവിടെയുള്ള പിള്ളേർ പഠിക്കുന്ന അന്തരീക്ഷവും സംഭവങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. നല്ല ഇതാണ്. പിന്നെ സ്റ്റഡീസ് ഒക്കെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ്, വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ടാണ് എല്ലാവരും വരുന്നത് ഇവിടെ. വെൽക്കം ടു ട്രാവൽ വ്ലോഗ്സ് ബൈ മവെക്സ്. Mavex Mentor. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അതിന് പുറത്തും യൂണിവേഴ്സിറ്റിയെ കുറിച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ മോൾഡോവയിലെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് എങ്ങനെ കാണണം അല്ലെങ്കിൽ എങ്ങനെ കാണിക്കണം എന്നുള്ള പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ രാവിലെ തന്നെ നമുക്ക് പെർമിഷൻ കിട്ടി. അതായത് ഏർലി മോർണിംഗിൽ സ്റ്റുഡൻസിന് 8 o'clock ക്ലാസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ പെർമിഷൻ കിട്ടി. കാരണം നമുക്ക് അറിയാം ഇതൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ പെർമിഷൻസ് ഒക്കെ കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ഈസി അല്ല. അതായത് നമ്മൾ സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളിൽ കയറാൻ ആക്സസും കാര്യങ്ങളും ഉണ്ടാവും. ഇത് നല്ലൊരു പേഷ്യന്റ് ഫ്ലോ ഉള്ള ഹോസ്പിറ്റലാണ്. അപ്പൊ നമ്മളിവിടെ വന്ന് ഏത് ബിൽഡിംഗിനാന്ന് പറഞ്ഞിട്ടില്ല. അതായത് നമ്മളിവിടെ വന്നിട്ടുള്ളത് ഒഫ്താൽമോളജി ഹോസ്പിറ്റലിലോട്ടാണ്. കണ്ണുമായി ബന്ധപ്പെട്ട് അതെ കണ്ടുണ്ടെങ്കിലാണ് കാര്യങ്ങളൊക്കെ കാണാനും കാര്യങ്ങളൊക്കെ പറ്റുന്നത്. സോ ദിസ് ഈസ് ദ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒഫ്താൽമോളജി ഹോസ്പിറ്റൽ ആണത്. മോൾഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇവിടെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് അവരുടെ ഒഫ്താൽമോളജി ക്ലാസ്സസിന് വേണ്ടി വരുന്നത്. സോ ഇറ്റ്സ് എ ഹോസ്പിറ്റൽ. അതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കുന്നത് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ്. ഇവിടെ തന്നെയാണ് അവർക്ക് പേഷ്യന്റ് ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ ഈ ഒരു സീരീസിൽ ഇപ്പോൾ കാണുന്നതായിരിക്കും. എക്സാക്ട്ലി ഉള്ളിൽ കയറിയിട്ട് അവരുടെ പേഷ്യന്റ് ഫ്ലോ എങ്ങനെയാണ്, ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്. ഞങ്ങളോട് അതൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സോ ഹാപ്പി ദാറ്റ് നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ ഗസ്റ്റ് ആരാന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണും. നമ്മുടെ ഗസ്റ്റിന്റെ ഒരേ എന്ത് ചെയ്തു, കണ്ണ് ടെസ്റ്റ് ചെയ്ത് ഡയഗ്നോസ് ചെയ്തു. ഓക്കെ, അതെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ആ വീഡിയോയിൽ ഇതിന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാനും കാര്യങ്ങളൊക്കെ പറ്റും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അപ്പുറത്തുള്ള ബിൽഡിംഗ് ആണ് ഒരു മെയിൻ ബിൽഡിംഗ് വരുന്നത്. അവിടെ നിന്ന് ഏകദേശം ഇങ്ങോട്ട് ഒരു 5 minutes ട്രാവൽ ഉണ്ട്. ഓക്കെ, അപ്പം മേജർ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഒരൊറ്റ ബിൽഡിങ്ങിലല്ല ക്ലാസ് വരുന്നത്. ലൈക് ദേ ഹാവ് എ മെയിൻ ബിൽഡിംഗ്, ബട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ്സും ഇപ്പോൾ ഒപ്താൽമോളജി എന്ന് പറയുമ്പോൾ ഒപ്താൽമോളജിയുടെ ഹോസ്പിറ്റലായിരിക്കും ക്ലാസ് വരാം. ഇനി അതല്ല ഫാർമസി റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. ഇനിയിപ്പോൾ കാർഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വരുമ്പോഴത്തേക്കും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലായിരിക്കും അതിന്റെ ക്ലാസ്സസ് വരാം. ഇപ്പോൾ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓങ്കോളജി അല്ലെങ്കിൽ അങ്ങനെ ഡെർമറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്ന പോലെ ഡിഫറെന്റ് ഹോസ്പിറ്റൽസിലായിരിക്കും ഒരു ക്ലാസ്സസ് വരാം. അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇത് കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹോസ്പിറ്റലും അതിന്റെ ഇൻസൈഡും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ കാണുന്നതാണ് ഈ ഹോസ്പിറ്റൽസിന്റെ വലുപ്പവും കാര്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി ഒരു കാമായുള്ള സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ. ഹൈ ഹോസ്പിറ്റലാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ബിൽഡിംഗ് കണ്ടത് ഈ ഹോസ്പിറ്റൽ ചെറിയ ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കരുത്. സ്പെഷ്യൽ ഹോസ്പിറ്റലാണ്, കണ്ണിന്റെ ഹോസ്പിറ്റൽ മാത്രമാണത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലും കാര്യങ്ങളോട്ടൊക്കെ പോകാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സരാൻസ്ക്, റഷ്യയിലാണ്. നമ്മളിവിടെ വന്നിട്ടുള്ളത് മോൾഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ജാസ്മിൻ ചെറുതായിട്ട് ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ക്ഷീണത്തിലാണ് നിൽക്കുന്നത്. മോൾഡോവിയ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്നലെ നമ്മൾ അവരുടെ പിള്ളേരെ കണ്ടു, അവരുടെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അതായത് മലയാളി കുട്ടികൾ ഇവിടെ പഠിക്കുന്ന ഡോക്ടർ ആവാൻ പഠിക്കുന്നവർ. ഇതൊരു MBBS ഇതൊരു MBBS യൂണിവേഴ്സിറ്റിയാണ്. ഇതൊരു MBBS യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ പല ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ പരിപാടികളും ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം, അതിൻ്റെ വിഷ്വൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോട്ടൽ ഐഡിയ. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ബിഗിൻ ചെയ്യുന്നത് കണ്ണാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനുകളിലാണ്. അപ്പോൾ കണ്ണിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് ഒരു 5 minutes ദൂരം ഉണ്ട് ഈ ഒരു ബിൽഡിങ്ങിലേക്ക്. ഇതൊരു ഹോസ്പിറ്റലാണ്, ഡെഡിക്കേറ്റഡ് ഒഫ്താൽമോളജി ഹോസ്പിറ്റലാണ്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇന്നലെ ഞാൻ കുറേ പേരോട് ചോദിച്ചായിരുന്നു പേഷ്യൻറ്റ് ഫ്ലോസ് ഒക്കെ എങ്ങനെയാണ്. പക്ഷേ ഞാൻ ഇവിടെ വന്ന സമയത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ ഒരു 9 മണി ആയിട്ടുള്ളൂ. 9 മണി ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ റൂമുകളിലും പേഷ്യൻസ് ഉണ്ട്. ലോബിയിൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ അതൊക്കെ നിങ്ങൾക്ക് വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടംപോലെ പേഷ്യൻസിന് ഒരു പഞ്ഞമില്ല. ഞങ്ങൾ അവരുടെ ക്ലാസ് റൂം കണ്ടു, പക്ഷെ എന്തോ പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടീച്ചർ പോയേക്കാണ്.
അപ്പോൾ ആ പ്രൊഫസർ തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് ക്ലാസ് റൂമുകളും ഇവിടെയുള്ള പിള്ളേർ പഠിക്കുന്ന അന്തരീക്ഷവും സംഭവങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കൊന്ന് ഓരോന്നോരോന്നായിട്ട് ഹോസ്പിറ്റലും പരിപാടികളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ലെറ്റ്സ് ഗോ. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിൻ്റെ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെൻറ്റുള്ള ഹോസ്പിറ്റലിൽ വന്ന് അപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അതേപോലെ കുറേ പേഷ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട്. സോ അവരുടെ ക്ലാസ് റൂംസും അവരെ വോട്ടെവർ അതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് നോക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞു. സോ ഞങ്ങൾ പുറത്തുനിന്നുള്ള ആ ജാക്കറ്റ് അതേപോലെ തന്നെ ഉള്ളിൽ കയറിയതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ സ്റ്റുഡൻസ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ്. സോ ഇവിടെ ഇവർ ഒരു ബാച്ചാണ്, ഇവരുടെ ഒപ്താൽമോളജി ലാബാണ് ഇതിപ്പോൾ. നമ്മുടെ ഫാക്കൽറ്റി ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്, അതുപോലെ നമ്മുടെ ഗസ്റ്റുകളും നമ്മളോട് ഇവരെ കാണാനും ഇതൊക്കെ ലൈക്ക് കണ്ട് അറിയാനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇവരുടെ ഫാക്കൽറ്റിയാണ് കൂട്ടുള്ളത്. ആൾ നമുക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. Which structures of face you see? Eyebrow. Yes. How you take correct position of eye? ഇവരത് ആദ്യം നോക്കുമ്പോൾ ഐബ്രോ ആണ് കാണുന്നത്. അപ്പോൾ അതിന്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിലേക്കുള്ള പൊസിഷൻസ് കറക്റ്റ് ചെയ്യണം. അപ്പോൾ And you see cornea and you see pollips. White cycle. Yes. Pollips. This is white cycle. White cycle. This is area of cornea with maximum curvature. So, the patient see to the bubble that in the space, and the light will pass through the optical system of the eye and compare. You see? ജാസ്മിൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ഇവിടുത്തെ പ്രൊഫസർ സ്റ്റുഡൻസിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. 164. So, your conclusion. Myopic astigmatism of both eyes. എന്താണ് കൺക്ലൂഷൻ? നിങ്ങൾക്ക് എന്താണ് ജാസ്മിന്റെ കണ്ണ് ചെക്ക് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? Your conclusion. Just you see, this is patient has spherical component of lens, cylindrical component of lens, and has axis of direction of light. Your conclusion. Compound and myopic. Astigmatism. Okay, it's correct. പെർഫെക്റ്റ്. റിഫ്രാക്റ്റീവ് പവേഴ്സിൽ മയോപ്പിക് ഉണ്ട് ഹൈപ്പോമെട്രോപിക് ഉണ്ട്. എന്താണ് അതിൽ കാണിക്കുന്നത് മയോപ്പിക് ടൈപ്പാണ്. മയോപ്പിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നിയർ സൈറ്റ്നെസ്, വിച്ച് ഇസ് മീൻസ് ഫോക്കൽ ലെങ്ത്, ഫോക്കൽ പോയിന്റ് ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയിലാണ് ഉണ്ടാവണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ട് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ചെറുതായിട്ട് വിഷൻ ലോസ് അത്രേ ഉള്ളൂ. പിന്നെ കോമ്പൗണ്ട് ടൈപ്പ് 2 ഐസിലും ഉണ്ട്, അതുകൊണ്ട് കോമ്പൗണ്ട്. ക്ലാസ്സസ് ഒക്കെ ഉണ്ടല്ലേ, ഒന്നും വെക്കാം. അപ്പോൾ അതിനായിട്ടുള്ള പ്രിവെൻഷൻസും ട്രീറ്റ്മെൻറ്റ്സും എടുക്കണതൊക്കെ നല്ലത്. ലൈക്ക് ഗ്ലാസസ്, മേ ബി ലെൻസസ് ഇപ്പോഴേ ശ്രദ്ധിച്ചാൽ നല്ലതാണ്, കാരണം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും പിന്നെ ചെന്നാൽ. അങ്ങനെ ജാസ്മിന്റെ കണ്ണ് അതിവ്യക്തമായി ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് തന്നില്ലവര്, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണ് ചെറിയ പ്രശ്നമുണ്ട്, കണ്ണാടി വെക്കണമെന്ന്. ലെൻസസ് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കണ്ണിന് എന്താ 0.5, റൈറ്റിന് -0.5ഉം ലെഫ്റ്റിന് 1 ആയിരുന്നു തോന്നുന്നു, +1 ആയിരുന്നു. ഇതിനു വേണ്ടി ഞാൻ കാത്തിരുന്നു 2 രൂപ വരാൻ. Thank you so much, ma'am. She already had some issues which diagnosed back from India itself. Now, like, we are so happy that you diagnosed it again correctly, and we could show it to our audience, like how capable you guys are and how you are teaching our students. Well done, guys. Good job. Thank you. Thank you so much. You will switch on projector and you will show to the patient different opta types, because you see every rows high visual acuity has patient, then small size can see the patient. Now read please. Yes, correct. You need use box with different lenses. Our box including 3 types of lenses. Right side you see positive lenses, left side you see negative lenses, and colleagues, medial part of our box, this is specific lenses in ophthalmology for correction of astigmatism. Yesterday evening, redness of eye, tearing, and discomfort. The eyeglass patients look up
you see hyperemia of eyelid conjunctiva, and you see hyperemia of bulbar conjunctiva. That's clear. Conjunctiva is clear. നമ്മൾ ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ കണ്ട കുറച്ച് പരിചിതമായ മുഖങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ഇന്നലെ നമ്മൾ രാത്രി ഇവർക്ക് ഒരു ചെറിയ പാർട്ടി പോലെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന കുറേ പേര് ഇവിടെ ഉണ്ട്, 2-3 പേരുണ്ട്. അപ്പോൾ ഇവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന് ഇന്നലെ മറ്റേ ഭയങ്കര ചുള്ളന്മാരുമായിട്ടാണ് വന്നതെങ്കിൽ ഇന്ന് കറക്റ്റ് ഡോക്ടർമാരുടെ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട്, കോസ്റ്റ്യൂം അല്ലല്ലോ എന്താണ്, യൂണിഫോമൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അവരുടെ ടീച്ചറും കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നമുക്ക് അതിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ്. പിന്നെ എനിക്ക് ആ ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു 2 മിനിറ്റ് എടുത്തു എനിക്ക് ആ പുള്ളിക്കാരി ഇംഗ്ലീഷാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ. പക്ഷെ ആ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ബാരിയർ ക്ലീൻ ആയി. പിന്നെ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് കേൾക്കുന്ന സമയത്ത് യു ഫീൽ എ ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നോർമലായിട്ട് നമുക്ക് അവർ ഇംഗ്ലീഷ് മനസ്സിലാവും. ആ ഒരു റഷ്യൻ ആക്സെൻ്റ് ഉണ്ട് അവരുടെ ഇംഗ്ലീഷിൽ. അത് മാത്രമാണ് എനിക്കൊരു തുടക്കത്തിലൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത്. പക്ഷെ പിന്നെ അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് ഓക്കെ ആയി. എനിക്ക് ഒടുക്കമായപ്പോഴാണ് മനസ്സിലായത് ഇംഗ്ലീഷ്. പിന്നെ ഭയങ്കര കോപ്പറേറ്റീവ് ആണ് ഇവരുടെ ടീച്ചർ. അതായത് നമ്മളെ ഒന്നും പുള്ളിക്കാരി ശ്രദ്ധിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെങ്കിലും കറക്റ്റായിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പഠിപ്പിക്കുക തന്നെയാണ് ചെയ്യണേ. ഇത് ഓൾറെഡി നിങ്ങൾ കവർ ചെയ്ത ക്ലാസ്സസ് ആണോ അത്? പക്ഷേ ആദ്യമായിട്ട് എടുക്കുന്നത് പോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവർക്കൊരു കൺഫ്യൂഷൻ വന്ന സമയത്ത് അതിൽ ഇടപെട്ട് കൃത്യമായിട്ട് പുള്ളിക്കാരി അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഇവർക്ക് പറയാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ടീച്ചറുടെ മനസ്സിൽ കറക്റ്റായിട്ടുണ്ട്. അതിനനുസരിച്ച് ടീച്ചർ റിയാക്ട് ചെയ്യണമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഈഗോ അല്ലെങ്കിൽ മറ്റേ പഠിക്കുന്നില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല എന്നുള്ളൊരു സാധനം അവരൊട്ടും കാണിച്ചിട്ടില്ല. വീണ്ടും എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന ഒരു മനോഭാവമുള്ള ഒരാളായിട്ടാണ് എനിക്ക് ടീച്ചറിനെ ഫീൽ ചെയ്തത്. അങ്ങനെയാണോ? അങ്ങനെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഒഫ്താൽമോളജി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ പഠിച്ചോ, നിങ്ങളുടെ ക്ലാസ് ഞങ്ങൾ മുടക്കുന്നില്ല. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം.